أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى
فأما من أحتى واتقى وصدق بالحسنى فسنيسره لليسرى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يخشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره للعسرى وأما من بخل واستغنى. ശ്രദ്ധിക്കാനുള്ളത് ഏതൊക്കെ രൂപത്തിലുള്ള അലിഫുകൾ അതിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഏതൊക്കെ രൂപത്തിലുള്ള അലിഫുകളുണ്ട്. ഒന്ന് ഇങ്ങനെ കാണാം, അംസട്ടത് അല്ലേ, പിന്നെ സ്വാദുള്ള അലിഫ്, പിന്നെ ഇങ്ങനെ വട്ടത്തിൽ സുക്കൂനുള്ള, റൗണ്ട് അബൌട്ടിൽ സുക്കൂനുള്ളത്, പിന്നെ ഒന്നുമില്ലാത്തത്, പിന്നെ മുട്ടയുടെ ആകൃതിയിലുള്ള സുക്കൂനുള്ളത്. അത് ചിലപ്പോൾ അതിലുണ്ടാവില്ല. ഇത് വന്ന സ്ഥലം ശ്രദ്ധിച്ചു നോക്കി. രണ്ടാമത്തെ വന്നത്, ഈ രണ്ടാമത്തെ സ്വാദിട്ടത്, ഒന്ന് വല്ലൈലി, അവിടെ വന്നിട്ടുണ്ട്, വാവിൻ്റെ ശേഷം വന്നിട്ടുണ്ട്. വന്നഹാരി, അവിടെയും വാവിൻ്റെ ശേഷം അത് വന്നിട്ടുണ്ട്. പിന്നെ വമാ ഖലഖ ദക്കറ, അവിടെയും ഖാഫിൻ്റെ ശേഷം അത് വന്നിട്ടുണ്ട്. വൽ ഉൻസ, അവിടെയും വന്നിട്ടുണ്ട്. പിന്നെ ബിൽ ഹുസ്ന, അവിടെയും വന്നിട്ടുണ്ട് അല്ലേ. വത്തക്ക, അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്നിടത്തൊന്നും ഇതിന് ഉച്ചാരണമില്ല. അതിൻ്റെ പേരാണ് ഹംസത്തുൽ വസ്ൽ. ഉച്ചാരണം ഉണ്ടാവില്ല, പക്ഷെ എഴുത്തിലുണ്ടാവും. ഉച്ചാരണം നമ്മൾ ഉച്ചരിക്കുന്നുണ്ടാവും. അല്ലൈലി നോദില്ലല്ലോ, അല്ല. വല്ലൈലി വന്നഹാരി വമാ ഖലഖ ദക്കറ, അവിടെ ഒന്നും ഉച്ചാരണമില്ല. അപ്പോൾ വസ്ലിൻ്റെ ഹംസ ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. രണ്ടാമത്തത് നമ്മൾ ആദ്യം എഴുതിയ അലിഫ്, പിന്നെ ഖതഇൻ്റെ ഹംസ അവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന് ഇദാ, ഇ കണ്ടില്ലേ. പിന്നെ ഇദാ തജല്ല, ഇ. പിന്നെ ഇന്ന അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഫ അ, ഫ അമ്മ അവിടെ വന്നിട്ടുണ്ട്. ആ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് വ അമ്മാമൻ, അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഉച്ചരിക്കണം എന്നാ. അ ഇ ഉ ഉച്ചരിക്കണം. ഉദാഹരണം, ഇന്ന ഇ ഉച്ചരിക്കണം. ഫ അമ്മ അ ഉച്ചരിക്കണം. പിന്നെ വ അമ്മ അ ഉച്ചരിക്കണം. അതിനാണ് ഖതഇൻ്റെ ഹംസ എന്ന് പറയുന്നത്. പിന്നെ വേറെ രൂപത്തിലുള്ള അലിഫ് നിങ്ങൾക്ക് കാണാം, നഗ്നമായി കിടക്കുന്ന അലിഫ്, ഒരടയാളമൊന്നുമില്ല. അത് വന്നത് എവിടെ നോക്കിയാണ്. ഒന്ന് യഗ്ഷ, ആ യാവിൻ്റെ മുകളിലുണ്ട്. തജല്ല, ഇതാ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഉൻസ അതിൻ്റെ മുകളിലുണ്ട്. ഷത്ത അവിടെ ഉണ്ട്. പിന്നെ ആഴ്ത്വ ആ അലിഫിൻ്റെ മുകളിലുണ്ട്. വത്തൊക്ക അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ നഗ്നമായ അലിഫ് വന്നാൽ രണ്ട് ആശയത്തിനാണത് വരിക. ഒന്ന് നീട്ടാനുള്ളത്, രണ്ട് അകാരമായി ഉച്ചരിക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് യാഇൻ്റെ മുകളിലാണ് അത് വന്നത്. യാഇൻ്റെ മധ്യത്തിൽ വന്നാൽ യാ എന്നല്ല ഉച്ചരിക്കുക. ആഴ്ത്വയാന്ന് എഴുതിയിട്ടുണ്ടാവും. ആഴ്ത്വ യാഇനെ അകാരമാക്കി ഉച്ചരിക്കണം എന്നാ. എന്നാൽ ഈ അലിഫ് തന്നെ, നഗ്നമായ അലിഫ് യാഇൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളതെങ്കിലോ യാ എന്ന് ഉച്ചരിക്കണം. അതാണ് അതിനുള്ള നിയമങ്ങൾ. അപ്പം അത് നീട്ടാനും വരും, അകാരമാക്കി ഉച്ചരിക്കാനും വരും. രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് സുക്കൂനുള്ള അലിഫാണ്. അത് ഇവിടെ ഇല്ല. ഉണ്ടോ? എവിടെയും വന്നിട്ടുണ്ടോ? ഇല്ല. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലം പിന്നെ കഫറു, ആമനു എന്നുള്ളിടത്തൊക്കെ സുക്കൂനുള്ള അലിഫ് കാണാം അല്ലേ. കഫറു ഇങ്ങനെ ഇതിനടുത്ത് ഖുർആൻ ഇതിമ സുക്കൂനിടും. ആമനു ഇങ്ങനെ അലിഫുമ്മ സുക്കൂനിടും.
അതിൻ്റെ അർത്ഥം ഈ അലിഫ് ഉച്ചാരണമല്ല എന്ന് കാണിക്കാനാണ്. അപ്പോൾ സുക്കൂനുള്ള അലിഫ് വന്നാൽ ഉച്ചാരണം ഇല്ല. ഇത്രയാണ് അലിഫിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചതന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയ. ഇനി നോക്കിയാണ് വല്ലൈലി ഇദാ യഗ്ഷ. അവിടെ അലിഫ് വസിൻ്റെ അംസുണ്ട്, ഖത്തയിൻ്റെ അംസുണ്ട്, പിന്നെ അകാരമായി ഉച്ചരിക്കാനുള്ള അലിഫുണ്ട്. വന്നഹാരി ഇദാ തജല്ല. അവിടെ വസിൻ്റെ അംസുണ്ട്, ഖത്തയിൻ്റെ അംസുണ്ട്, അകാരമായി ഉച്ചരിക്കാനുണ്ട്, നീട്ടാനുണ്ട്. ഇവിടെ നീട്ടാൻ ഇതാ ഉണ്ടല്ലേ. ഇനി അടുത്ത ആയത്തിലും അതേപോലെ തന്നെ വമാ അവിടെ നീട്ടാനുള്ളതാ. പിന്നെ ഇന്ന സയക്കും ഈ ഉച്ചരിക്കാനുള്ളതാ. അതാണ് ഇപ്പം അതിൽ പ്രധാനപ്പെട്ട തെജ്വീദുള്ളത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വന്നഹാരി ഓതുമ്പോൾ എന്ത് ചെയ്യണം? വന്നഹാരി എന്ന് ഓതിയാൽ പോരാ. വന്നഹാരി ആ നൂനിനെ മണിക്കണം. വന്നഹാരി 2 പ്രാവശ്യമെങ്കിലും തരിമൂക്ക് തരിപ്പിക്കണം. പിന്നെ വമാ ഖലഖ ദക്കറ അലിഫിനും ലാമിനും ഉച്ചാരണം ഉണ്ടാവില്ല അവിടെ. ഖലഖ ദക്കറ. പിന്നെ വൽ ഉൻസ എന്ന് പറഞ്ഞാൽ പോരാ. വൽ ഉൻസ ആ നൂനിന് എന്ത് ചെയ്യണം? സാക്കിനായ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യുമ്പോൾ ഒരു മണിക്കലുണ്ടാവും. പിന്നെ ഫഅം ഇന്ന സഅയക്കും ഇന്നയും മണിക്കണം. ഫഅമ്മ അവിടെയും മണിക്കണം. മൻ എന്നുള്ളിടത്ത് എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാനോ ഇഖ്ഫാ ചെയ്യാനോ പാടില്ല. മൻ അഅത വത്തക അവിടെ വാവിൻ്റെ ശേഷം അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വസദ്ദക ബിൽ ഹുസ്ന അവിടെ ബിൽ ഹുസ്ന ബാവിൻ്റെ ശേഷം ഒരു അലിഫുണ്ട്, ഉച്ചാരണം ഉണ്ടാവില്ല, വസിൻ്റെ അംസയാണ്. പിന്നെ ഫസനു യസ്സിറുഹു അവിടെ ശ്രദ്ധിക്കാനുള്ളത് സീനിന് അവസാനത്തെ മുമ്പുള്ള സീനിന് കെസിറാണ്. ഫസനു യസ്സിറുഹു സി എന്ന് തന്നെ ശബ്ദോട് കൂടി ഉച്ചരിക്കണം. പിന്നെ ലിൽ യുസ്റ റാ എന്നല്ല റ എന്നാണ് വരിക. പിന്നെ മുഫഹമാക്കിയിട്ടാണ് റായിന് ഉച്ചാരണം ഉണ്ടാവുക. റായിന് 2 ഉച്ചാരണം ഉണ്ടാവും. ഒന്ന് തർക്കീക്ക് എന്ന് പറയും. തർക്കീക്ക് പറഞ്ഞാൽ കട്ടി കുറച്ചുകൊണ്ടുള്ള സ്വരഭാരം കുറച്ച്. പിന്നെ തഫീം എന്ന് പറയും. തഫീം എന്ന് പറഞ്ഞാൽ സ്വരഭാരത്തോടു കൂടി. ഇപ്പം ര ഫിരൗന അത് തർക്കീക്കായിട്ട് ഉച്ചരിക്കുക. റിഹ്ലതശ്ശിതാഇ റായിനെ രി തർക്കീക്കായിട്ട് ഉച്ചരിക്കുക. എന്നാൽ റ ബിസ്മില്ലാഹിർ റ ആ റ എന്നുള്ളത് തഫീമായിട്ടാണ് അപ്പം റായിന് 2 രൂപത്തിലുള്ള ഉച്ചാരണമുണ്ട്. തഫീമും സ്വരഭാരത്തോടു കൂടിയും സ്വരം പിന്നെ ഭാരം കുറച്ചുകൊണ്ടും. ഇവിടെ ലിൽ യുസ്റ പിന്നെ സ്വരഭാരത്തോടു കൂടിയാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. ഇനി തജ്വീദ് എന്തെങ്കിലും ഡൗട്ട് ഇപ്പം പറഞ്ഞതിൽ എന്തെയുണ്ടോ? ഇല്ല. എന്നാ പോവാം. വല്ലൈലി 2-3 ആയത്ത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ആഴ്ച അല്ലേ? എന്നാലൊന്ന് പോവാം. വല്ലൈലി രാവ് തന്നെ, രാത്രി തന്നെ സത്യം. ഇദാ യഗ്ഷ അത് മൂടി വരുമ്പോൾ, പൊതിഞ്ഞു വരുമ്പോൾ. വന്നഹാരി പകലാണ് സത്യം. ഇദാ തജല്ല അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വമാ ഖലഖ ദക്കറ വൽ ഉൻസ വമ ഒരു രീതി തന്നെയാണ് സത്യം. വമ എന്ന് പറഞ്ഞാൽ ഒരു രൂപം, ഒരു രീതി തന്നെയാണ് സത്യം. ഖലഖ അവൻ സൃഷ്ടിച്ചു, അള്ളാഹു സൃഷ്ടിച്ച രീതി തന്നെയാണ് സത്യം. എന്തിന്? അദ്ദക്കറ ആണിനെയും വൽ ഉൻസ പെണ്ണിനെയും. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു എന്ന രീതി തന്നെയാണ് സത്യം. ഇനി അള്ളാഹ് ആ 3 കാര്യം സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇന്ന സഅയക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം ലശത്ത വിഭിന്ന രൂപത്തിലുള്ളതാണ്. ശത്ത എന്ന് പറഞ്ഞാൽ എന്താ? ശത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതിന് ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിയാൽ എങ്ങനെയാണ് വീഴുക? ഇങ്ങനെ മണിമണിയായി കുഞ്ഞിട്ടില്ല നിങ്ങൾ അല്ലേ? ഓരോരോ പീസായിട്ട് ഇങ്ങനെ അടർന്നു വീഴണ്ടില്ലേ? അതിനാണ് അഷ്താത്ത് എന്ന് അറബി പറയാം. ശരിക്ക് അത് തന്നെയാണ് ശത്ത, വിഭിന്ന രൂപം, വ്യത്യസ്ത രൂപം. അപ്പോൾ
നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രവർത്തനം ലശത്ത വിഭിന്ന രൂപത്തിലുള്ളതാണ്, വ്യത്യസ്ത രൂപത്തിലുള്ളതാണ്. ഫ എന്നാൽ, അമ്മ എന്ന് പറഞ്ഞാൽ എന്നാൽ, അപ്പോൾ മൻ യാതൊരുവൻ, അഅ്ത അവൻ നൽകുകയും, വത്തക സൂക്ഷിക്കുകയും ചെയ്താൽ, വസദ്ദക ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ, ഫസനു യസ്സിറുഹു ലിൽ യുസ്റ ഫസനു യസ്സിറുഹു അവന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും, ലിൽ യുസ്റ ഏറ്റവും എളുപ്പമായതിലേക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും. ആദ്യം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ 3 കാര്യം എടുത്തുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. 1 രാവ്, 2 പകല്, 3 ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. ആ കഴിഞ്ഞ ആഴ്ച നമ്മളൊരിത്തിരി വിശദീകരിച്ചിട്ടുണ്ട്. ആ 3 കാര്യം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഇന്ന സഅയക്കും ലശത്ത തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം വ്യത്യസ്ത രൂപത്തിലുള്ളതാണ്. സഅയ് എന്ന് പറയുന്നത് എന്താ വാക്കിൻ്റെ അർത്ഥം? സഅയ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഓടുക, നടക്കുക എന്നൊക്കെയാണ്. എന്തിനാ നമ്മൾ ഓടണവും നടക്കണവും? എന്തിനാ ഓടണവും നടക്കണവും? വയറിറക്കാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഏതെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ഇയാളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു എന്താ നിങ്ങൾക്കൊരു ഉദ്ദേശമല്ലേ? ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അധ്വാനം ഉണ്ടാവും. അതിനാണ് സഅയ് എന്ന് പറയുന്നത്. പിന്നെ ലശത്ത അത് വിഭിന്ന രൂപത്തിലുള്ള, അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രവർത്തനം വിഭിന്ന രൂപത്തിലുള്ളതാണ്. ഈ ആയത്ത് അള്ളാഹു 3 കാര്യം സത്യം ചെയ്തുകൊണ്ട് അതിൻ്റെ ജവാബായി പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഒരു മനുഷ്യൻ അത് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി കൂലങ്കഷമായി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന, ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ടോ അത്ര രൂപത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവുന്ന അല്ലേ? ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നേരാട് പുലർന്നാൽ റോട്ടിൽ കൂടെയാണ് നോക്കിയാൽ ആളുകൾ ഇങ്ങനെ ഓടുന്നതാണ്. കുറേ ആൾ അങ്ങോട്ട് നടക്കണ കാണാം, കുറേ ആൾ ഇങ്ങോട്ട് നടക്കണ കാണാം, കുറേ ആൾ വടക്കോട്ടും തെക്കോട്ടും നടക്കണ കാണാം അല്ലേ? ഈ ആളുകളൊക്കെ ഒരേ ഉദ്ദേശത്തിന് നടക്കണത് അല്ല. ഒരാൾ ചിലപ്പോൾ കോളേജിലേക്ക് പോവാം, ഒരാൾ ഖുർആൻ പഠിക്കാൻ പോവാം, മറ്റൊരാൾ തിയേറ്റർ ഓർക്കാൻ പോവാം, മറ്റൊരാൾ ഓഫീസിലേക്ക് പോവാം, മറ്റൊരാൾ ഹോസ്പിറ്റലിലേക്ക് പോവാം, മറ്റൊരാൾ ആംബുലൻസിൽ ആരെയും കൊണ്ടുപോവാം, മറ്റൊരു ഡോക്ടർ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്താൻ പോവാവും അല്ലേ? രോഗിയെ കൊണ്ടുപോവാവും, ഇങ്ങനെ പാടത്തേക്ക് പോവാവും. ഇങ്ങനെ തുടങ്ങി ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനം വ്യത്യസ്ത രൂപത്തിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. ഇനി നിങ്ങളുടെ പ്രവർത്തനം വ്യത്യസ്ത രൂപത്തിലാണ് എന്ന് പറഞ്ഞതിന് 2-3 ആശയങ്ങളാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മനുഷ്യൻ്റെ പ്രവർത്തനം തന്നെ വ്യത്യസ്ത രൂപത്തിലാണ്. ഇതുപോലെ കുറേ ആളുകൾ അമലുസ്സാലിയാത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. കുറേ ആളുകൾ നന്മ പ്രവർത്തിക്കും, കുറേ ആളുകളോ തിന്മ പ്രവർത്തിക്കും അല്ലേ? അങ്ങനെയുള്ള ആളുകളുണ്ടാവും. കുറേ ആവശ്യമില്ലാത്തത് പ്രവർത്തിക്കുന്നുണ്ടാവും, കുറേ ആവശ്യമുള്ളത് പ്രവർത്തിക്കുന്നുണ്ടാവും. കുറേ ആളുകൾ വലാലത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തിക്കും, കുറേ ആളുകൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനമൊക്കെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്ന കാണാം, അല്ലദീന യസ്തമിഊനൽ ഖൗല ഫതത്തബിഊന അഹ്സന. ആരാണോ ഏറ്റവും നല്ല വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും എന്നിട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നത്, ഉലായിക്കല്ലദീന ഹദാഹുമുള്ള, ആ വിഭാഗം ആളുകളാണ് അല്ലാഹു തആല ഹിദായത്ത് നൽകിയിട്ടുള്ളതെന്ന്. അപ്പം ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് ബുദ്ധിമാന്മാർ എന്ന് അല്ലാഹു ഒരായത്ത് പറയുന്നുണ്ട്. അപ്പം സംസാരം കേൾക്കും, ആ കേൾക്കുന്നതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റും. ആ പിൻപറ്റിയ ആളുകളാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചവരും ബുദ്ധിമാന്മാരും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം ഇവരെ ഉദ്ദേശം എന്താ? ഇവരിങ്ങനെ കുറേ അധ്വാനിക്കുന്നുണ്ട്, ആ അധ്വാനത്തിൽ നിന്ന് നല്ലതിനെയാണ് അവർ പിൻപറ്റുന്നത് എന്നതും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ
മറ്റു ചില ആളുകൾ നല്ലതിനല്ല പിന്നെ ചീത്തയെ പിൻപറ്റുന്ന ആളുകളുണ്ട്. ഇപ്പം ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനം ആ രൂപത്തിൽ. രണ്ടാമത് മുഫസ്സിറുകൾ അതിന് പറഞ്ഞിട്ടുള്ള അർത്ഥം, മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം, ഇന്ന സഅയക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് അതിന് കിട്ടുന്ന അജിർ, കൂലി, ജസാ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജസാവും വ്യത്യസ്തമാകും എന്നാണ്. അതിനെന്താ തെളിവ്? ഖുർആനിൽ ഇങ്ങനെ കാണാം, അം ഹസിബല്ലദീന ജതറഉ സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വ അമിലുസ് സാലിഹാത്ത് സവാഅൻ മഅയാഹും വ മമാതുഹും എന്ന് പറയുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ തിന്മ പ്രവർത്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നാം അവരുടെ ജീവിതവും മരണവും ഒരേപോലെ ആക്കുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഒരിക്കലും എന്തല്ല, നന്മ പ്രവർത്തിച്ചവരും തിന്മ പ്രവർത്തിച്ചവരും ഒരേപോലെ ആകുകയില്ല. അതേപോലെ തന്നെ വിശ്വാസിയും അവിശ്വാസിയും ഒരേപോലെ ആകുമോ എന്ന് മറ്റിടത്ത് ചോദിക്കുന്നുണ്ട്. അഫമങ്കാന മുഅ്മിനൻ കമങ്കാന ഫാസിക്ക, ഒരു അധർമ്മകാരിയായ മനുഷ്യനെ പോലെ ആകുമോ വിശ്വാസിയായ മനുഷ്യൻ? സഅമ, അവർ പിന്നെ പറയണത് എത്ര ചീത്തയാണ് എന്ന് അല്ലാഹു തആല അവിടെയും പറയുന്നുണ്ട്. ലാ യസ്തവൂൻ, ഒരിക്കലും അവർ സമമാകുകയില്ല. അതേപോലെ തന്നെ വഅമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ, ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർക്ക് പിന്നെ സ്വർഗമുണ്ട്. നുസുലം ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പം ഏത് രൂപത്തിലാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തിനനുസരിച്ച് ആ പ്രതിഫലമാണ് ഇന്ന സഅയക്കും ലശത്ത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ നരകമുണ്ടാവും, നന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ സ്വർഗം ഉണ്ടാവും. ഇനി മറ്റൊന്ന്, ആ സ്വർഗം ലഭിക്കുന്നവർ തന്നെ, ആ പ്രതിഫലം ലഭിക്കുന്നവർ തന്നെ വ്യത്യസ്ത കാറ്റഗറിയിലായിരിക്കും. സ്വർഗത്തിലെല്ലാവരും ഒരേ സീറ്റിലായിരിക്കില്ല. എത്ര വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോ അതിനനുസരിച്ചായിരിക്കും എന്ത്, ആ ഇഖ്ലാസോടു കൂടി നിയ്യത്ത് നന്നാക്കി ഒരാൾ പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചായിരിക്കും ആ സ്വർഗത്തിൻ്റെ ദറജ കൂടുന്നത്. അല്ലേ? സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ടെന്നാ. ആ ഏറ്റവും വലിയ ദറജ ഏതാ? ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസാണ്. അപ്പോൾ ആ ഫിർദൗസ് കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്വർഗത്തിൽ ഒരുപാട് ദറജ ഉണ്ട്. ആ ദറജ ലഭിക്കുന്നത് ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പം അതാണ് ഇന്ന സഅയക്കും ലശത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ സ്വർഗലോകത്തെത്തുമ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് തന്നെ വ്യത്യസ്ത ദറജയിലുള്ള പിന്നെ പ്രതിഫലമാണ് ഉള്ളത് എന്നതാണ് അത്. ഇനി തിന്മ പ്രവർത്തിച്ചവരാണെങ്കിലോ ആ തിന്മയുടെയും ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. അല്ലേ? ഒരു മുനാഫിക്കാണെങ്കിൽ, കപടവിശ്വാസിയാണെങ്കിൽ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. അപ്പം അതാണ്. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം ഇന്ന സഅയക്കും ലശത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം വ്യത്യസ്ത രൂപത്തിലുള്ളതാണ് എന്നർത്ഥം പറയും. ഇനി മൂന്നാമത്തെ ഒരർത്ഥം, മനുഷ്യൻ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവൻ്റെ സ്വഭാവത്തിലും പ്രകൃതിയിലും വരുന്ന ആ സ്വാധീനവും മാറ്റവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഒരാൾ ഏറ്റവും നല്ല സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ കർമ്മത്തിനനുസരിച്ചുള്ള സ്വഭാവവും ഒരു പ്രകൃതി സ്വഭാവവും രൂപവും അവനിൽ പിന്നെ ഉടലെടുക്കുന്ന, അല്ലേ? നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ഓൻ്റെ സ്വഭാവവും അതുപോലെ ആയിരിക്കും, ആ പ്രകൃതിയും അതേപോലെ ആയിരിക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന സഅയക്കും ലശത്ത. അപ്പം നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിൽ അവനെന്തുണ്ടാവും? അവനിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ പ്രവർത്തനം അവനിൽ സ്വാധീനം വരുത്തി അവനെ നല്ലവനാക്കും എന്നതാണ് ഇന്ന സഅയക്കും ലശത്ത. ഇനിയൊരു തിന്മ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ആ തിന്മക്കനുസരിച്ച് അതും അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മാറ്റം വരുത്തി അയാളുടെ പ്രകൃതിയിലും അത് മാറ്റം വരുത്തും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അപ്പം ഈ ആശയങ്ങളൊക്കെ അതിനുണ്ട് എന്നതാണ് ഇന്ന സഅയക്കും ലശത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഈ അർത്ഥത്തിൽ
മഹാരഥന്മാരായ ചില പണ്ഡിതന്മാരുണ്ട്. അല്ലാമ ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന പിന്നെ ചില കാര്യങ്ങളുണ്ട്. ഈ ഇന്ന സഅയക്കും ലശത്ത. നമുക്കിപ്പോൾ ചില ആളുകളുടെ പ്രവർത്തനം കാണുമ്പോൾ എന്താ അയാൾ അങ്ങനെ പറഞ്ഞ, അവിടെ അയാൾ ഇങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത് അല്ലേ? ഒരിക്കൽ മഹാനായ ഇബ്നു തൈമിയോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, താർത്താരികൾ കടന്നു വന്നപ്പോൾ താർത്താരികളുടെ പിന്നെ പട്ടാളക്കാരൊക്കെ വെറും കുടിയന്മാരാ, ഭയങ്കര കുടിയന്മാരാ താർത്താരികളൊക്കെ പട്ടാളക്കാർ. അപ്പോൾ പിന്നെ സ്റ്റുഡൻസ്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പിന്നെ ചോദിച്ചു, അല്ല ഗുരു, ഈ താർത്താരികൾ ഈ കള്ള് കുടിക്കണതിനെ പറ്റി നമുക്കൊന്ന് അപലിപ്പിക്കണ്ടേ, അതിനെതിരെ ഒന്ന് പറയെങ്കിലും വേണ്ടേ, നിങ്ങൾ കള്ള് കുടിക്കരുത് എന്ന് നമ്മളുടെ പിന്നെ ഇത് രേഖപ്പെടുത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ അവരോട് ഉണ്ടാൻ പോണ്ട, അവർ കള്ള് കുടിച്ചോട്ടെ, അവർ കള്ള് കുടിക്കുന്നത് കൊണ്ടാണ്, കള്ള് കുടിച്ച് ബോധം കെടുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ അവർ കൊല്ലാതിരിക്കേണ്ടതെന്നാണ്. അവരെങ്ങാനും കള്ള് കുടിക്കാതിരുന്നെങ്കിൽ ഒരൊറ്റ മുസ്ലിം കൂടെ ഉണ്ടാവില്ല, എല്ലാത്തിനും കൊന്നുകളയുന്ന. അപ്പം ആലോചിച്ച് നോക്കൂ, അപ്പം ഇന്ന സഅയക്കും ലശത്ത. ആലോചിച്ച് നോക്കൂ, അല്ലാമ ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ആശയം, അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച വളരെ വിദൂരമായി വരാൻ പോകുന്ന ഒരു സംഗതി. ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ? ചില ആളുകൾ വൈകുന്നേരം വരെ അധ്വാനിക്കും, എന്നും അധ്വാനിച്ചിട്ട് കാശുണ്ടാക്കും. പക്ഷേ അവർക്കൊന്നും സ്വരൂപിക്കാനോ അല്ലെങ്കിൽ ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ അത് കൂട്ടിവെച്ചിട്ട് അല്ലെങ്കിലും എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ ഒന്നും അവർക്ക് സാധ്യമല്ല. കാരണം എന്താ? ഇതെങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അല്ലേ? അവരെങ്ങാനും കുടിക്കണില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? നമ്മളെക്കാൾ വലിയ പണക്കാരാവും അവരാവും. മുസ്ലിങ്ങൾ കുറേ പണം എങ്ങനെ സമ്പാദിക്കണ? ആ കള്ള് കുടിക്കാത്തത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ആലോചിച്ചു, ഇതാണ് അല്ലാമ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇന്ന സഅയക്കും ലശത്ത എന്ന ആശയം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ രൂപത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അത്. അപ്പം ഓരോരുത്തരുടെയും പിന്നെ ആ ഉൾക്കാഴ്ചയും ഓരോരുത്തരുടെയും എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ചില സന്ദർഭത്തിൽ ഇപ്പം ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇവിടെയൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇവിടെയൊക്കെ ഇപ്പം വിദേശത്തുള്ള പട്ടാളക്കാരൊക്കെ വരുമ്പോൾ ഓല ക്യാമ്പിൽ അവർ കുടിക്കുന്നുണ്ട്, അനുമതി കൊടുക്കുന്നുണ്ട്. മുസ്ലിം രാഷ്ട്രത്തിൽ എന്തിനാ അപ്പം അതിന് അനുമതി കൊടുക്കുന്നത്? അപ്പോൾ അതിന് സംഭവിച്ചില്ലെങ്കിൽ ഓല് ഇവിടെ വരൂല, ഓല് തിരിച്ചു പോവും, ഓൽക്കത് കിട്ടിയേ പറ്റൂ. അപ്പം അങ്ങനെ ചില രംഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും അവനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവൻ്റെ അധ്വാനമാണ് അവനെ ഉയർത്തുന്നതും ഉന്നതനാക്കുന്നതും. ഏതൊരു മനുഷ്യനും അവനെ അധപ്പതിക്കുന്നതും പതിപ്പിക്കുന്നതും അവൻ്റെ അധ്വാനവും പ്രവർത്തനവുമാണ്. അതാണ് ഇന്ന സഅയക്കും ലശത്ത എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മുടെയൊക്കെ ഉന്നതിയിലെത്തണമെങ്കിൽ സഅയ് വേണം, അധ്വാനം വേണം, പ്രവർത്തനം വേണം. പ്രവർത്തനമില്ലാതെ ഒരാളും എന്ത് ചെയ്യില്ല, ഭൗതികമാവട്ടെ പാരത്രിക ലോകത്താവട്ടെ ഉന്നതിയിലെത്താൻ സാധിക്കൂല അല്ലേ? മരിച്ചാലും അങ്ങനെ തന്നെ. മരിച്ചാലും ആ ഖബറിൽ നമുക്ക് ഉന്നതിയും അവിടെ ഉന്നത സ്ഥാനവും നമ്മളെ ബഹുമാനിക്കാൻ മലക്കുകൾ വരുന്നതൊക്കെ ദുനിയാവിൽ വെച്ച് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ വരുന്നത്. ആ പ്രവർത്തനം ഇല്ലെങ്കിൽ മലക്കുകൾ നമ്മൾ ആദരിക്കാൻ വേണ്ടി വരില്ല അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ, മരണസമയത്ത് തന്നെ മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കും. എന്താ അറിയിക്കണത്? ആ സ്വർഗം വരാൻ പോകുന്ന ആ സ്വർഗവും ആ സ്വർഗത്തിൻ്റെ അനുഭൂതികളും അവിടെയുള്ള സുഖസൗകര്യങ്ങളൊക്കെ ആ മലക്കുകൾ അവന് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പം അതിനെന്ത് വേണം? ദുനിയാവിൽ വെച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ കാണും. അപ്പം ആ സഅയ് എന്ന് പറയുന്നത് അത് വിശ്വാസത്തോടു കൂടിയും ആയിരിക്കണം എന്നത് അത് സൂചിപ്പിക്കുന്നു. ഇല്ലെങ്കിലോ അവൻ്റെ അധപ്പതനമായിരിക്കും എന്നതും അത്. അപ്പം പ്രവർത്തനത്തിൽ എന്തെങ്കിലും ന്യൂനത വന്നാൽ അത് മനുഷ്യനെ അധപ്പതിപ്പിച്ച് കളയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖളറവൈ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതണ്ട്, മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ജവ്വാലാണെന്ന. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത്
ഉയർന്ന് അറശിൻ്റെ ചുറ്റും ഇങ്ങനെ അതിന് മാത്രം അത് ഉയർന്നു പോവും. അത് അതപ്പതിച്ചാലോ, മനുഷ്യൻ്റെ മനസ്സ് അതപ്പതിച്ചാൽ അത് ഈ പിന്നെ വൈക്കോൽ കുണ്ടകളെ പോലെ അതിന് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ വൈക്കോൽ ഇതിനെന്താ ഏറ്റവും അതപ്പതിച്ച രൂപത്തിനാണ്, ചപ്പ് ചവറായിനാണ് വൈക്കോൽ എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ അതേപോലെ അതപ്പതിക്കാനും മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കും. അതേപോലെ തന്നെ ഉയർന്നുയർന്ന് മലക്കുകളെക്കാൾ ഉയരാനും മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന സയ്യക്കും ലശത്ത. അതിൻ്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ അധ്വാനമാണ്, പ്രവർത്തനമാണ്. ആ അധ്വാനത്തോടൊപ്പം വിശ്വാസവും കൂടി വേണം എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കും. ഒരിക്കൽ സഹാബികൾ മക്കായിലെ പിന്നെ ഹറമിലെ ഹിജർ എന്ന് പറയുന്ന സ്ഥലം കണ്ടില്ല നിങ്ങൾ? ആ കാബൻ്റെ അടുക്കൽ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് സ്ഥലം കണ്ടില്ല? ആ ഹിജർ ഇസ്മായിലിൻ്റെ അടുത്ത് കുറേ സഹാബികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി. അവിടെ പിന്നെ കൂടിയപ്പം ആ കൂട്ടത്തിൽ മഹാനായ മുസഅബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉർവ ഉണ്ട്, അബ്ദുല്ലാഹിബ്നു സുബൈർ ഉണ്ട്, അബ്ദുല്ലാഹിബ്നു ഉമർ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രഗത്ഭരായ പല സഹാബിമാരോടങ്ങനെ ഒരുമിച്ച് കൂട്ടിയപ്പം അവർ പരസ്പരം നിങ്ങളൊക്കെ മോഹിച്ചോളി, ആഗ്രഹിച്ചോളി, തമന്നവും എന്താ ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ കൊതിച്ചോളി, ആഗ്രഹിച്ചോളി എന്നാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു സുബൈർ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖിലാഫത്ത് കിട്ടണം എന്ന് പറയുണ്ടായിരുന്നു. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് പിന്നെ കുറേ ഭാര്യമാരുണ്ട്, അതോടൊപ്പം മറ്റൊരു ഭാര്യയും കൂടി കിട്ടണം എന്ന് അയാൾ ആഗ്രഹിക്കേണ്ടത്. മറ്റൊരാൾ പറഞ്ഞു, പിന്നെ അള്ളാഹുവിൻ്റെ പാപമോചനം, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, ആ പാപമൊക്കെ അള്ളാഹു പുറത്തു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യം അവിടെ വെച്ച് പറയുകയും പിന്നീട് സഹാബി പറയാണ്, ഈ പറഞ്ഞ സഹാബിമാർക്കൊക്കെ അവർ പറഞ്ഞത് ലഭിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ സാധിക്കും. സഹാബികളുടെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആശയം എന്താ? നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത ആ കാര്യം ദുനിയാവിലും നമുക്ക് കിട്ടും, പരലോകത്തിലും കിട്ടും എന്നതാണ് ഇന്ന സയ്യക്കും ലശത്ത എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. പിന്നെ അള്ളാഹ് എടുത്തു പറയുന്നത് ഫഅമ്മാമൻ അഅ്ത വത്തക്ക. എന്നാൽ ആരാണോ അഅ്ത എന്ന് പറഞ്ഞാൽ എന്താ? അത്ത എന്ന് പറഞ്ഞാൽ എന്താ? അഅ്ത കൊടുക്കുക, അഅ്ത എന്ന് പറഞ്ഞാൽ നൽകുക അല്ലേ? വത്തക്ക സൂക്ഷ്മത. ആരാണോ കൊടുക്കുക, എന്താ കൊടുക്കേണ്ടത്? അഅ്ത എന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അള്ളാഹ് പറഞ്ഞത് എന്താ? അഅ്ത. ആര് കൊടുക്കണം, എന്ത് കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്ന് അള്ളാഹ് പറഞ്ഞോ? ഇല്ല. അഅ്ത എന്ന് പറഞ്ഞാൽ ആരാ? അപ്പൊ മനുഷ്യനോട് അത് പറയണത്. അപ്പൊ മനുഷ്യരായ നമ്മൾ അല്ലേ ഓരോരുത്തരും കൊടുക്കണം. മൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരായ എല്ലാവരും അതിൽ പെടും, ആണും പെണ്ണൊക്കെ പെടും. മൻ എന്ന് പറഞ്ഞാൽ മൻ എന്ന് പറഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ആരായാലും മൻ എന്നതിൽ പെടും. അപ്പൊ ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ നൽകണം. എന്താ നൽകേണ്ടിയ പറഞ്ഞോ? എന്താ നൽകേണ്ടിയ പറഞ്ഞോ? ഇല്ല. ആർക്കാ നൽകേണ്ടിയ പറഞ്ഞോ? ഇല്ല. അപ്പൊ എന്താ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? എന്തുകൊണ്ട് എന്ത് നൽകണം എന്ന് പറഞ്ഞില്ല, ആർക്ക് നൽകണം എന്ന് പറഞ്ഞില്ല. അള്ളാഹ്ക്ക് അറിയാതെ പോയതുകൊണ്ടാ? അല്ല. നമ്മളൊക്കെ ഓരോ മനുഷ്യനും അവൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇങ്ങനെ നൽകുക എന്നുള്ളതാണ്. നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കുറേ സമ്പത്ത് പിടിച്ചൊന്നാണ് നൽകണേനല്ല. ഒരു മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ്റെ ആയുസ്സാകുന്ന ജീവിതമാകുന്ന ആ സമയം. ആ സമയത്തിൽ നിന്നൊരു തിരി മറ്റോന് നൽകണം. ഒന്നാമത്തെ പോയിന്റ് അതാ. അപ്പം എന്താ നൽകേണ്ടത്? സമയം എനിക്ക് മാത്രമുള്ളതല്ല, എൻ്റെ സമയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് നൽകണം. ഇനി സമയം മാത്രമല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും, ഹുബ്രത്ത് എന്നറിയാം അറബിയിൽ. ആ എക്സ്പീരിയൻസിൽ നിന്ന് മറ്റൊരാളെ പഠിപ്പിക്കണം. ഇനി അള്ളാഹു എനിക്ക് നൽകിയ എണ്ണിയാൽ ഒതുങ്ങാത്ത കോടാനുകോടി അനുഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരുപക്ഷെ ഞാൻ ഡോക്ടറായേക്കാം, എഞ്ചിനീയർ ആയേക്കാം, അധ്യാപകനായേക്കാം, മറ്റേതെങ്കിലും ഫീൽഡിൽ
ഉന്നതിയുള്ളവനായേക്കാം. അപ്പോൾ ആ ഏതൊരു അനുഗ്രഹമാണോ അള്ളാഹു നൽകിയത് അത് മറ്റുള്ളവന് നൽകണം. ഇനി ചിലപ്പോൾ ചില ആൾക്ക് സമ്പത്ത് ഇങ്ങനെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ആ സമ്പത്തും മറ്റുള്ളവന് നൽകണം. അപ്പം ആലോചിച്ച് നോക്കൂ, മരണം വരെ മനുഷ്യനിങ്ങനെ നൽകുക. എന്ത് നൽകണം എന്ന് പറയാത്തുള്ള സൂത്രം അതാ അല്ലേ. എനിക്ക് ചിലപ്പം എന്തെങ്കിലും ഖുറാൻ്റെ ആയത്താവും, അത് നൽകുക. ഇയാൾക്ക് ചിലപ്പം വേറെ ഏതെങ്കിലും കാര്യം, അത് നൽകുക അല്ലേ. മറ്റൊരാൾക്ക് മറ്റെന്തെങ്കിലും അനുഗ്രഹം, അത് നൽകുക. ഒരാൾക്ക് ഇനിയിപ്പോൾ ഒന്നും കഴിയില്ല, വഴി കാണിച്ചു കൊടുക്കലാവും, ഡ്രൈവിംഗ് ആവും, അത് നൽകുക അല്ലേ. മറ്റൊരാൾക്ക് അധ്യാപനമാവും, അത് നൽകുക. മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാവും, അത് നൽകുക. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ നിന്ന് മറ്റൊരാൾക്ക് നൽകുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതാണ് ഫഅമ്മാമൻ അഅത, ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ നൽകണം അല്ലേ. നൽകിയില്ലെങ്കിൽ മനുഷ്യനല്ല എന്നാ. നൽകണം. എന്ത് നൽകണം? എന്താ നൽകണ്ടേ? എന്താണോ നമുക്ക് കിട്ടിയ അനുഗ്രഹം അതിന് മറ്റൊരാൾക്ക് കൊടുക്കണം. സമ്പത്ത് മാത്രമല്ല അല്ലേ. അയ്യോ ഇനി ആർക്കാ കൊടുക്കേണ്ടിയെന്ന് പറഞ്ഞോ? ആർക്കാ കൊടുക്കേണ്ടിയേ? പാവങ്ങൾക്ക് മാത്രമാണോ? അല്ല. അതുകൊണ്ട് അള്ളാഹു പറയാതെ വെച്ചത് പാവങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും നൽകണം. മനുഷ്യർക്ക് നൽകണം, ആണാവട്ടെ പെണ്ണാവട്ടെ മനുഷ്യർക്ക് നൽകണം അല്ലേ. ജന്തുജാലങ്ങൾക്ക് നൽകണം, സസ്യങ്ങൾക്ക് നൽകണം. ഈ ഭൂമുഖത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ നമ്മുടെ സേവനം ആവശ്യമായവർക്കൊക്കെ നൽകണം. അതിൽ പൂച്ച, പട്ടി, നായ, മനുഷ്യൻ, സസ്യങ്ങളൊന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും നൽകണം എന്നാണ്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? ഫഅമ്മാമൻ അഅത എന്ന് പറഞ്ഞത് കൊണ്ട് നിർത്തിയത്. ഇനി അതിൻ്റെ കൂടെ അള്ളാഹു ഫിറ്റ് ചെയ്യാണ് വത്തഖ. നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.